ഹലോ ഗൈസ്, ഇപ്പം ന്യായമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ ഇവർക്ക് എന്താണ് മനസ്സ് വരാത്തത്? ഇവരുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, രാവിലെ തന്നെ അനീഷേട്ടനുമായിട്ട് വീണ്ടും കിച്ചണിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും അനീഷേട്ടൻ അപ്പോൾ പറഞ്ഞു, രാവിലെ ബസ്സിൽ കഴുകിയില്ല, ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞ് ഇന്നലെ ആകപ്പാടെ പ്രശ്നങ്ങളായി ഒരാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇതുവരെ എത്തിയിട്ടില്ല. ആ സമയത്ത് വീണ്ടും കിച്ചണിൽ രാവിലെ തൊട്ട് വീണ്ടും പ്രശ്നങ്ങൾ. അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഹൗസ് ക്യാപ്റ്റന്മാരല്ലേ, നിങ്ങളൊരു മീറ്റിംഗ് വിളിക്കൂ, ലിവിംഗ് റൂമിൽ എല്ലാവരും വന്നിരിക്കാൻ പറയൂ, വന്നിരുന്നതിന് ശേഷം നമുക്ക് നിങ്ങൾ ടീമിനെ ഷഫിൾ ചെയ്യൂ, കിഴവാസലല്ലാത്തവരെ കിച്ചണിലോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലേക്ക് നിങ്ങൾ ഷഫിൾ ചെയ്തു ടീമിനെ മാറ്റൂ, അതല്ലേ നല്ലത്. പിന്നെ വെറുതെ ഇങ്ങനെ സംസാരിച്ചിട്ട് വെറുതെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഫുഡ് ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു പ്രശ്നങ്ങൾ രാവിലെ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര മോശമായിട്ട് ഈ അനീഷിൻ്റെ നേരെ ഇവരെല്ലാവരും കൂടി ചെല്ലുവാണ്. അതിന് മുമ്പായിട്ട് അനീഷിനെ എന്താ പറയുക, നമ്മുടെ ആരും കുറച്ച് നേരം ഇരുന്ന് കൺവീൻസ് ചെയ്യുവാണ്. ഞാൻ ഈ അനിമോള് പാത്രം കഴുകിയില്ല, അനിമോള് സൗകര്യമില്ലെന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് അനീഷ് എല്ലാം കേട്ടു. അനീഷിനോട് ഞാൻ പറയുവാണ്, അനീഷേട്ടാ എന്തായാലും കേൾക്കാൻ മനസ്സ് കാണിച്ചല്ലോ, താങ്ക് യു അനീഷേട്ടാ എന്ന് പറഞ്ഞിട്ട് പോയി. അവൻ അടുക്കളയിലോട്ട് കിച്ചണിലോട്ട് ചെന്നത് അവൻ്റെ വിധോങ്ങ് മാറി. അനീഷ്, നിങ്ങളാരാണ് ഇതിന് സംസാരിക്കാൻ, നിങ്ങൾ പറയുന്ന കേൾക്കാനിരിക്കുകയാണ് ഞങ്ങൾ, മണ്ടൻ തിരുമണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനറിയാം, എന്നിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയത്തില്ല, വാലിഡായിട്ടുള്ള പോയിന്റ് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ആ ബംഗാളി ആര്യൻ ചുമ്മാ കിടന്ന് അനീഷിൻ്റെ നേരെ കുരയ്ക്കുകയാണ്, ചുമ്മാ കിടന്നങ്ങ് ബഹളം വയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അക്ബറും കൂടി, നിങ്ങളാരും അത് പറയാം, നിങ്ങൾ ആവശ്യമില്ലാതെ എന്തോ നിങ്ങൾ ഭയങ്കര വാല്യൂ പോയിന്റ് പറയുന്ന ആളല്ലേ, നിങ്ങളൊരു കോമണറല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് ഇവർ 3 പേരും കൂടി അനീഷിനെ ഭയങ്കരമായിട്ട് ഇന്ന് അനീഷ് മാക്സിമം പറഞ്ഞു നോക്കി. പിന്നെ അനീഷ് ഒച്ചയൊന്നും വെച്ചില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആവശ്യമില്ലാത്ത വഴക്കുണ്ടാക്കിയിട്ട് കിച്ചണിൽ ഒരു അലമ്പുണ്ടാക്കണ്ടല്ലേ, കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കണം. ഒന്നത്തെ കാര്യം ഫുഡ് ഷാനവാസ് ഹോസ്പിറ്റലാണ്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പുള്ളി മാക്സിമം അങ്ങ് സൈലൻ്റായി. എന്നിട്ട് ആവശ്യത്തിന് പറഞ്ഞു, വാലിഡ് പോയിൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇവർക്കത് കേൾക്കാൻ പറ്റാത്തത്? ഇവർക്ക് ഈഗോയാണ്. അനീഷ് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഇവരുടെ എന്താ മാനം ഇടിഞ്ഞു വീഴുമോ എന്നുള്ളൊരു തോന്നലാണ് അക്ബറിൻ്റെയൊക്കെ. അക്ബറിനാണ് എനിക്ക് തോന്നിയത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അക്ബറിനോ ആരിനാണ്. ഇപ്പോൾ ഈ പ്രശ്നത്തിന് ശേഷം നിവിൻ കുറച്ച് ഒതുങ്ങി. കാരണം ഇതിൻ്റെ പേടിയുണ്ട്, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താകും എന്നുള്ളൊരു ഭയം നിവിൻ ഉണ്ടായതുകൊണ്ട് നിവിൻ കുറച്ചൊതുങ്ങി. പക്ഷേ ആരിനും അക്ബറും ഒരിക്കലും ഒതുങ്ങാൻ തയ്യാറല്ല. ഇന്നലെ തന്നെ അക്ബറും ആര്യനും ഒക്കെ സംസാരിക്കുന്നുണ്ട്, ഷാനവാസ് ഇനി തിരിച്ചു വരത്തില്ലായിരിക്കും, വരാതിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചു പോയത്. അതൊക്കെ എന്ത് മോശം പ്രവണതയാണ്. എന്തായാലും അനീഷ് മാക്സിമം അവരോട് സംസാരിച്ചു. അനീഷ് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ടീം അത് വളരെ നല്ലല്ലേ, നിങ്ങൾ ഹൗസ് ക്യാപ്റ്റന്മാരല്ലേ, നിങ്ങൾ മീറ്റിംഗ് വിളിക്കൂ, എന്നിട്ട് ടീം ഷഫിൾ ചെയ്യൂ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ വിഷമിക്കുന്നത്? എന്തിനാണ് ടീം ഷഫിൾ ചെയ്യുക? നല്ലൊരു പോയിന്റ് അല്ലേ, അത് ചെയ്തുകൂടെ ഇവർക്ക്? ഇവരെന്തിനാണ് ഈഗോ പിടിക്കുന്നത്? അതാണ് പറയുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവർ വിചാരിക്കുന്ന ഇവർ ബിഗ് ബോസിൻ്റെ കുറച്ച് പിന്തുണയുണ്ടെന്ന് ആരും അത് പറയുകയും ചെയ്തു. ബിഗ് ബോസിന് നെവിൻ തന്നെ ഇപ്പോൾ ഒരു 7th ടാസ്ക് നടന്നപ്പോൾ പറയുകയും ചെയ്തു, ബിഗ് ബോസിൻ്റെ സ്വന്തം ആളെന്ന്. ആരെയാ പറഞ്ഞ? അക്ബറിനെ. ബിഗ് ബോസിൻ്റെ സ്വന്തം ആളാണ് അക്ബർ. തീർച്ചയായിട്ടും ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരുടെ സ്വന്തം ആളാണ്. അതുപോലെയാണ് ആരിനും. വലിയ കോർപ്പറേറ്റ് കമ്പനിക്കാരൻ അല്ലെ കോർപ്പറേറ്റ് പണക്കാരൻ, കോർപ്പറേറ്റ് എന്നുള്ള രീതിയിൽ ആരിനെയും അവർ താങ്ങി നിർത്തിയിരിക്കുകയാണ്. ഇപ്പം നൂറയാണ് ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ ടിക്കറ്റ് ഫിനാലിൽ. അപ്പോൾ ആരിനെ കൊണ്ടുവരാൻ അവരുടെ എവിടെയും അവിടെയും ഇല്ലാത്ത രീതിയിൽ പിന്നെ പെൺകുട്ടികളോട് കുറച്ച് ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. എന്തായാലും ഇതൊക്കെയാണ് ലൈവിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്.